ഗോമാതാവ്, അന്റെ അമ്മ പശു, അന്റെ അച്ഛൻ കാള, അന്റെ മാമൻ പോത്ത്, അന്റെ ആന്റി എരുമ. എന്താ മോനെ ഇങ്ങനെ? ഞാനൊക്കെ RSS. പശു മാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ? കാളയുടെ അച്ഛനാണോ? അമ്മയാണ് പശുവെങ്കിൽ കാളയുടെ അച്ഛനാണോ? ഈ തരത്തിൽ വിവരമില്ലാതെ യുക്തിബോധമില്ലാതെ ഇവിടെ ജീവിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും കോടാനുകോടി ജനങ്ങൾക്ക് 3 അമ്മമാരാണ്. 1 പെറ്റമ്മ, 2 പിറന്ന നാട്, 3 ഗോമാതാവ്. പിന്നെയോ ഈ നാട് എല്ലാ അമ്മമാർക്ക്, എല്ലാ സ്വയം സേവകർക്കും, ഇവിടുത്തെ കോടാനുകോടി ജനങ്ങൾക്കും അമ്മയാണ്. പശു നിന്റെ അമ്മയെങ്കിൽ കാള നിന്റെ അച്ഛനാണോ? 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 പറയട പറഞ്ഞു പോകട RSS ഗുണ്ടകളെ. എന്തൊക്കെ ബഹളമായിരുന്നു. പശു അമ്മയാണ്, ഗോസംരക്ഷണമാണ്, മൂത്രം ആരോഗ്യദായകമാണ്, ഹൈന്ദവ വിശ്വാസമാണ്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നാം കേട്ടുപഴകിയ വാക്കുകളാണിവ. ഇതിന്റെ പേരിൽ എത്രയെത്ര ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് രാജ്യത്ത് നടന്നത്. എത്ര കുടുംബങ്ങളാണ് അനാഥരായത്. ഗോസംരക്ഷകർ എന്നോ സംഘപരിവാർ എന്നൊക്കെയുള്ള സംസ്കൃത വിശേഷിപ്പിക്കലൊന്നും വേണ്ട. BJPക്കാർ, RSSകാർ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. എന്തിനു വേണ്ടി? ഹൈന്ദവ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയോ? അതോ മൃഗസംരക്ഷണത്തിന് വേണ്ടിയോ? ഒന്നുമല്ല. ജാതിയും മതവും തലയ്ക്ക് പിടിച്ചവർ അധികാരത്തിനും അന്യജാതി മതത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത വെറുമൊരു സവർണ ബിംബം മാത്രമാണ് ഗോമാതാവ് എന്നുള്ളത്. പശു ഒരു സാധു ജീവിയായിരുന്നു. സംഘികളായ മൃഗങ്ങൾ ചേർന്ന് അതിനെ മൂർഖനേക്കാളും വിഷമുള്ള ജീവിയാക്കി. മൂർഖൻ കടിച്ചാലേ മരിക്കൂ. പക്ഷേ പശുവിന്റെ അടുത്തുകൂടെ പോയാലോ, അതിനെക്കുറിച്ച് പറഞ്ഞാലോ ഇന്ത്യയിൽ മനുഷ്യൻ മരിക്കുമെന്ന സ്ഥിതിയായി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ തർക്കമോ ഉള്ളവർ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റേതെന്ന പേരിൽ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാല ഒന്ന് കാണണം. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാൽ ലഭിക്കുവാൻ ക്ഷേത്രം വക ഗോശാല ഉള്ളപ്പോഴാണ് സുരേഷ് ഗോപി, O രാജഗോപാൽ, മേനക സുരേഷ്, അഡ്വക്കേറ്റ് സുരേഷ് എന്നീ BJP നേതാക്കളുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗോശാല. ഇതിന്റെ മേൽക്കൂര പുല്ലും വൈക്കോലും കൊണ്ടുള്ള ആശ്രമ മോഡലൊന്നുമല്ല, കീറിപ്പറഞ്ഞ ടാർപോളിനാണ്. അതായത് മഴയായാലും വെയിലായാലും പശുവിനൊരു സംരക്ഷണവുമില്ല. ചാണകവും മൂത്രവും ഒന്നും വൃത്തിയാക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ല. ഗോസംരക്ഷണത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർ കുറഞ്ഞതവയ്ക്ക് കൃത്യസമയത്ത് അല്പം പച്ചപ്പുല്ലെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ആ മിണ്ടാപ്രാണികൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. കയ്യിൽ ചരടും കെട്ടി കുറിയും ചാർത്തി ശാഖയിൽ വടി കറക്കാൻ പോകുന്നതിന് മുമ്പ് 4 പിടി പുല്ല് പറിച്ച് ആ നാൽക്കാലികൾക്ക് നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ മോക്ഷം കിട്ടിപ്പോയനെ. 1ഉം 2ഉമല്ല, 19 പശുക്കളും 17 കിടാവുകളുമാണ് എല്ലും തോലുമായി അവിടെയുള്ളത്. വൈക്കോൽ കൊടുക്കാറേയില്ല. ദിവസവും വേണ്ട 20 കിലോ പിണ്ണാക്കിന്റെ സ്ഥാനത്ത് വെറും 5 കിലോ പിണ്ണാക്കാണ് ഈ 36 എണ്ണത്തിന്റെ ആഹാരം. തീർന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ണൻ എന്ന കിടാവിനെ നായ്ക്കൾ കടിച്ചു കൊന്നു. ഇത് ദേവസ്വം വക ഗോശാല എങ്ങാനും ആയിരുന്നേൽ ഇപ്പൊ കാണാമായിരുന്നു. സംഖ്യകൾ ഇവിടവും കുട്ടിച്ചോറാക്കി അങ്ങ് ഉത്തരേന്ത്യയിൽ വരെ ശൂലവുമായി ഇറങ്ങിയനെ. ചിലർ ഗോശാല എനിക്ക് വേണം, നിങ്ങൾ എനിക്കിത് തരണം, ഞാനിത് എടുക്കുക എന്നും പറഞ്ഞ് മസിൽ ഷോയും കാണിച്ച് വന്നേനെ. കോട്ടിട്ട ജഡ്ജിമാർ അന്തിചർച്ചയ്ക്കായി വിദ്വാൻമാരെയും നിർത്തി എഴുന്നള്ളിയേനെ. പാവപ്പെട്ട മിണ്ടാപ്രാണികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന മനുഷ്യത്വമില്ലായ്മ അറിഞ്ഞ് അവിടെ പോയത് കമ്മ്യൂണിസ്റ്റുകാരനായ ദേവസ്വം മന്ത്രിയാണ്. അതെ, സഖാവ് കടകംപള്ളി സുരേന്ദ്രനാണ് സംഘികളുടെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ നിർദ്ദേശിച്ചത്. നോക്കാൻ പറ്റില്ലെങ്കിൽ ആ മിണ്ടാപ്രാണികളെ ഏറ്റെടുത്ത് ദേവസ്വത്തെ ഏൽപ്പിക്കാൻ കളക്ടറോട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് സംഘികളെ ഇമ്മാതിരി പ്രഹസനം കാണിക്കുന്നത്? ഈ പുറത്തു കാണുന്ന തൊലി വെളുപ്പും പച്ചച്ചിരിയും മാത്രമേ ഉള്ളൂ എന്നറിയാം. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേടേ.